എടുത്തിട്ടുള്ളത് ഓണിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 പീസ് ഓണിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 ടീസ്പൂണ് ചെറിയ ജീരകം. 2 കിലോ ബസ്മതി റൈസ് നമ്മൾ കഴുകി കുതിർത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനമാണ് നമ്മളിത് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്തെടുക്കാം. അരി വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി 4 പീസാക്കി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സോൾട്ട് ചേർത്തെടുക്കാം. ശേഷം നമുക്ക് എടുത്തു വെച്ച ചെറിയ ജീരകം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ജീരകം നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കേണ്ടത് അരി വേവായതിന് ശേഷമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇപ്പോൾ അരി നല്ല വേവായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ചോറൊന്ന് ദമ്മിട്ടെടുക്കാം. അതിലേക്കായിട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിലൂടെ എടുത്ത് വെച്ചിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് അടിയിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. ശേഷം നമ്മൾ ഊറ്റി വെച്ച ചോറിൽ നിന്ന് നമുക്ക് പകുതി നമുക്ക് ഇതിലേക്ക് ചെമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ്റെ ഓയിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രൈ ചെയ്ത ഓണിയനും നമുക്ക് ഇതിലേക്ക് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെറിയ ജീരകത്തിന് കൊണ്ടുള്ള റൈസാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ചെറിയ ജീരകവും സവാള ഫ്രൈ ചെയ്തതും എല്ലാം ചേർന്ന് ഫുൾ അടിപൊളി കിണ്ണം കച്ച റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊരു ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.